തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സിപിഐഎമ്മിനെ പ്രതിസന്ധിയിലാക്കി സിപിഐയുടെ പരസ്യ വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളയും PM ശ്രീ വിവാദവും വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിച്ചതുമാണ് വലിയ തോൽവിക്ക് കാരണമെന്നാണ് സിപിഐ വിലയിരുത്തൽ. തോൽവിയുടെ പാപഭാരം മുഴുവൻ സർക്കാരിന്റെയും സിപിഐഎമ്മിന്റെയും തലയിൽ കെട്ടിവെക്കുകയാണ് സിപിഐ. സർക്കാർ ആത്മപരിശോധന നടത്തണമെന്ന് സിപിഐ മുഖപത്രമായ ജനയുഗത്തിന്റെ എഡിറ്റോറിയൽ ആവശ്യപ്പെട്ടു. സർക്കാർ കൈക്കൊണ്ട ചില നടപടികൾ ജനങ്ങളിൽ സംശയമുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. മതബോധത്തോടും ജാതീയതയോടും അകലം പാലിച്ചില്ലെന്ന വിമർശനം വെള്ളാപ്പള്ളി നടേശൻ വിഷയത്തിലാണ്. ക്ഷേമ ആനുകൂല്യങ്ങൾ ഭരണകൂടത്തിന്റെ ഔദാര്യമല്ലെന്ന് പറയുമ്പോൾ സർക്കാരിന്റെ പ്രചാരണ വിഷയം തന്നെ തെറ്റിയെന്ന ധ്വനിയാണ് സിപിഐ നൽകുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ് ജനയുഗം. അതുകൊണ്ട് തന്നെ ജനയുഗത്തിനകത്ത് പ്രതിഫലിക്കുന്നത് പാർട്ടിയുടെ അഭിപ്രായമാണ്. ക്ഷേമ വികസന പദ്ധതികൾ ജനവിധിയെ സ്വാധീനിച്ചിട്ടില്ലെന്ന സിപിഐഎം നിലപാട് ദേശാഭിമാനി എഡിറ്റോറിയലിലുണ്ട്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് M സ്വരാജ് ദേശാഭിമാനിയിൽ ലേഖനം എഴുതി. അതിനിടെ നേതൃയോഗങ്ങൾക്ക് മുന്നോടിയായി സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സിപിഐഎം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ വീട്ടിലെത്തിക്കണ്ട് ചർച്ചകൾ നടത്തി. റാഹിസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.